الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. മുസ്ലിം ലോകം മക്കയിലേക്ക് തിരിഞ്ഞ ഒരു സമയമാണിത്. എല്ലാ ആളുകളും ഇപ്പോൾ ആലോചിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതുമൊക്കെ ഹജ്ജും ബലിപ്പെരുന്നാളും ആയി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ സഹോദരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജിന് വേണ്ടി മക്കയിൽ എത്തിക്കഴിഞ്ഞു. ഒരുപാട് ആളുകൾ മക്കയിലേക്കുള്ള യാത്രയുടെ ഒരുക്കത്തിലുമാണ്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സന്തോഷത്തോടും സമാധാനത്തോടു കൂടി ഹജ്ജ് നിർവഹിക്കുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ വന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവിടെ കഅബാലയം പടുത്തുയർത്തി അത് അള്ളാഹുവിന് സമർപ്പിച്ചു. റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചത് വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അതാണ് ഇനി ചെയ്യാനുള്ളത് എന്നാണ്. മക്കയിൽ ജനവാസം തുടങ്ങുന്നു, ആളുകൾ ഹജ്ജിനെത്തുന്നു, സംസ്കാരത്തിൻ്റെ വിളനിലമായി മാറുന്നു. എല്ലാത്തിൻ്റെയും ഒരു തുടക്കം ഇങ്ങനെയാണ്. അല്ലാഹു വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വരുവാൻ വേണ്ടി ആളുകളോട് വിളിച്ചു പറയുക എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. വിളംബരം ചെയ്യാൻ, പ്രഖ്യാപിക്കാൻ, പരസ്യം ചെയ്യാൻ പറഞ്ഞു. വഅദ്ദിം ബിന്നാസി ബിൽ ഹജ്ജ്. അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ യഅതൂക റിജാലൻ, അവർ നിന്നിലേക്ക് വരും നടന്നുകൊണ്ട്. വഅലാ കുല്ലി ളാമിരിൻ, യാത്ര ചെയ്ത് ക്ഷീണിച്ച് മെലിഞ്ഞ മൃഗങ്ങളുടെ പുറത്ത് കയറിക്കൊണ്ടും, അന്നത്തെ വാഹനം അതാണല്ലോ. യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വളരെ വിദൂരമായ ദുർഘടമായ മലമ്പാതകൾ താണ്ടി ആ മൃഗങ്ങൾ അങ്ങോട്ടെത്തും എന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യർ നടന്നും വാഹനപ്പുറത്തുമായി ഹജ്ജിന് വരും. ഈ വിളംബരം ചെയ്യാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചപ്പോൾ ഇമാം ഇബ്നു കസീർ സൂചിപ്പിക്കുന്നു, തഫ്സീറിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പല മുഫസ്സിരീങ്ങളും പറയുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചുവെന്നാണ്. കൈഫ ഉബല്ലിഗു الناس വസൗതി ലാ യൻഫുദുഹും, ഞാൻ എങ്ങനെയാ ജനങ്ങളിൽ ഇത് പരസ്യം ചെയ്യാ, വിളിച്ചു പറയാ? എന്റെ ശബ്ദം അവരിലേക്ക് എത്തുകയില്ലല്ലോ. വിളിച്ചു പറയുന്നതിന് ഒരു കണക്കുണ്ടല്ലോ, ആളുകൾ കേൾക്കാൻ. അതിനപ്പുറത്തെ ആളുകൾ എങ്ങനെ ഇത് കേൾക്കും? അള്ളാഹു പറഞ്ഞു, നാദി
വഅലൈനൽ ബലാഗ്, താങ്കൾ വിളിച്ചു പറയുക, കേൾപ്പിക്കുന്നത് ഞാനാണ് എന്ന്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞു എന്നത് പിന്നീട് പ്രവാചകനിലൂടെ, ഇബ്രാഹിം അലൈഹിസ്സലാമിലൂടെ, പിൽക്കാലത്തെ പ്രവാചകനിലൂടെ, മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, വിശുദ്ധ ഖുർആനിലൂടെ ജനങ്ങളിലേക്ക് എത്തി. അപ്പൊ അള്ളാഹു എത്തിക്കുന്ന രീതിയാണത്. ആ എത്തി എന്നത് കേട്ട് നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ അത് നമ്മളിതാ കേട്ടു, ഇതാ വരുന്നു എന്ന പറച്ചിലാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഈ തൽബിയത്ത് നമ്മൾ പറയുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാനിതാ വന്നിരിക്കുന്നു. ആ തൽബിയത്ത്, അതിൽ തൗഹീദിന്റെ എല്ലാ ഭാഗങ്ങളും പറയുന്നുണ്ട്. അല്ലാഹുവേ ലാ ശരീക ലക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, എല്ലാ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ എല്ലാ അധികാരങ്ങളും എല്ലാ സ്തുതിയും അല്ലാഹുവേ ഒക്കെ നിനക്കാണ് എന്ന് സർവ്വതും സമർപ്പിച്ചു പോവുകയാണ്. ഇപ്പോ ദുൽഹജ്ജ് മാസത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. ഈ 18-ാം തീയതിയോ 19-ാം തീയതിയോ നാം ദുൽഹജ്ജിലേക്ക് പ്രവേശിക്കും. ദുൽഹജ്ജിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അതിവിശിഷ്ടമായ ഒരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മിൽ പല ആളുകൾക്കും അറിയില്ല അങ്ങനെ ഒരു പോരിശ, അങ്ങനെ ഒരു പ്രത്യേകത, ശ്രേഷ്ഠത ദുൽഹജ്ജ് മാസത്തിനുണ്ട് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങളെ പവിത്രമാക്കി. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ, മാസങ്ങളിൽ അള്ളാഹിന്റെ അടുത്ത് മാസങ്ങളുടെ എണ്ണം 12 മാസമാണ്. ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ മാസങ്ങൾ ഒരു വർഷത്തിൽ 12 എണ്ണമാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണം പവിത്രമാണ്. മറ്റു മാസങ്ങളെക്കാൾ പ്രത്യേകതയുള്ള 4 മാസം. ആ 4 മാസം 3 എണ്ണം തുടർച്ചയായിട്ട് വരുന്നതാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നെ 1 റജബ് മാസമാണ്. അപ്പൊ ആ പവിത്ര മാസങ്ങളിൽപ്പെട്ട ഒന്നാണ് ദുൽഹിജ്ജ മാസം. മറ്റൊരു പ്രത്യേകത, ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസത്തിന്റെ പ്രാധാന്യം പറഞ്ഞതിൽ അതും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ദുൽഹജ്ജ് 8-നാണ് ഹാജിമാർ ഇഹ്റാം ചെയ്തുകൊണ്ട് മിനയിലേക്ക് പോകുന്നത്. അന്ന് അവിടെ താമസിക്കും. 10-ന് രാവിലെ ഹാജിമാർ അറഫയിലേക്ക് പോകും. മഗ്രിബ് വരെ അവിടെ കൂടും. അല്ല, 9-ന്, 8-ന് മിനയിലേക്ക് പോയി 9-ന് അറഫയിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് അറഫയിൽ നിന്ന് ദുൽഹജ്ജ് 9-ന് മഗ്രിബോടുകൂടി തിരിച്ച് മുസ്ദലിഫയിൽ വരും. അവിടെ വന്ന് മഗ്രിബും ഇശാവൊക്കെ നമസ്കരിച്ച് അവിടെ കിടന്നുറങ്ങും. രാവിലെ ദുആ കഴിഞ്ഞ ശേഷം, സുബഹിക്ക് ശേഷം ദുആ ചെയ്ത ശേഷം അവര് മിനയിലേക്ക് പോകും. ദുൽഹജ്ജ് 10-ന് മിനായിൽ വന്ന് ആദ്യത്തെ ജംറത്തുൽ അഖബയിൽ കല്ലെറിയും. പിന്നെ അവര് അറവ് നടത്തും, ബലി. പിന്നെ അവര് മുടിയെടുക്കും. പിന്നെ കഅബ തവാഫ് ചെയ്യുകയും സഅയ് നടത്തുകയും ചെയ്യും. അപ്പൊ ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ വരുന്ന ഈ അമലുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നറിയാം. അറഫ ദിനത്തിൽ അതിന്റെ പുറമെ ഹജ്ജിൽ പങ്കെടുക്കുന്നവരല്ലാത്ത ആളുകൾക്ക് അറഫ ദിനത്തിൽ നോമ്പെടുക്കലും സുന്നത്താണ്. വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ആ നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ആ നോമ്പ് യുകഫിറു അസ്സനത്തല്ലത്തി ഖബ്ലഹു വസ്സനത്തല്ലത്തി ബഅദഹു. ആ അറഫ ദിനത്തിന്റെ നോമ്പിന്റെ മുമ്പുള്ള ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടും എന്നാണ്. ചെറുദോഷങ്ങളെ കുറിച്ചാണ് ആ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വലിയ പ്രാധാന്യമുള്ള ഒരു നോമ്പാണത്, അറഫ ദിനത്തിന്റെ നോമ്പ്. അത് നോൽക്കാൻ നമ്മളും ഇപ്പോഴേ നമ്മൾ ആഗ്രഹിക്കുകയും അത് ഓർത്തിരിക്കുകയും ചെയ്യണം. ഒരു ഹദീസിലുണ്ട്, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു
ഫീഹ അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം യാനി അൽ അശ്ർ. മാ മിൻ അയ്യാമിൻ, ഒരു ദിവസവുമില്ല. ഇതിനുശേഷം പറയാൻ പോകുന്നത് അൽ അമലു സ്വാലിഹു ഫീഹ, അമലു സ്വാലിഹ്, അതിലെ ഏറ്റവും പുണ്യകരമായ സൽക്കർമ്മങ്ങൾ അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് മിൻ ഹാദിഹിൽ അയ്യാം, ഈ ദിവസത്തെക്കാൾ, യാനി അൽ അശ്ർ, അതായത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം. അപ്പൊ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസമാണ് എല്ലാ ദിവസങ്ങളെക്കാളും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അമലു സാലിഹ് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും പുണ്യമായിട്ടുള്ളത് എന്നാണ്. ആ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഒന്ന് ദുൽഹജ്ജ് 9 അറഫാ ദിനത്തിന്റെ നോമ്പെടുക്കുക എന്നത്. 10 പെരുന്നാളും നമ്മെ സംബന്ധിച്ചിടത്തോളം ബലികർമ്മവും പെരുന്നാൾ നമസ്കാരവും അതൊക്കെ അതുമുണ്ട്. ബാക്കി ദിവസങ്ങളിൽ എന്താണ്? ബാക്കി ദിവസങ്ങളിലുള്ളത് അൽ അമലു സാലിഹ്, എല്ലാ അമലു സാലിഹും നമുക്ക് വർദ്ധിപ്പിക്കാം എന്നാണ്. അങ്ങനെ ഒന്നുണ്ട് എന്ന് നമുക്ക് പലർക്കും അറിയില്ല. നമുക്ക് പല ദിവസത്തിന്റെ പുണ്യം പോരിശൊക്കെയെങ്കിലും ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ അമലു സ്വാലിഹ് ഏറ്റവും പ്രധാനപ്പെട്ടതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമാണ് എന്ന്. അങ്ങനെയാകുമ്പോൾ എന്തൊക്കെയാണ് അമലു സ്വാലിഹ്? കസറത്തു തസ്ബീഹ്, തസ്ബീഹ് വർദ്ധിപ്പിക്കുക, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വത്തഹ്മീദ്, ഹംദ്, അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ. അത്തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. അത്തക്ബീർ, അല്ലാഹു അക്ബർ എന്ന ദിക്ർ. ഇതുപോലുള്ള ദിക്റുകൾ ധാരാളമായി ചൊല്ലുക. ഇപ്പൊ നമ്മൾ അറഫാ ദിനത്തിലും പെരുന്നാൾ ദിനത്തിലും പിന്നെ അയ്യാമുത്ത് തശ്രീഖിന്റെ 3 ദിവസങ്ങളിലും നമ്മൾ തക്ബീർ ചൊല്ലാറുണ്ട്. എന്നാൽ ദുൽഹജ്ജ് 1 മുതൽക്ക് തന്നെ നമുക്ക് തക്ബീർ ചൊല്ലാവുന്നതാണ്. അത് പുണ്യ കർമ്മവുമാണ്. മറ്റൊന്ന് അൽ അമലു സ്വാലിഹ് എന്നതിൽ ഖുർആൻ പാരായണം, നിർബന്ധമല്ലാത്ത, അതായത് സുന്നത്തായ മുസ്തഹബായ നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ, നോമ്പുകൾ, അതുപോലെ പാവങ്ങളെ സഹായിക്കൽ, രോഗികളെ സന്ദർശിക്കൽ, കുടുംബബന്ധം വളർത്തൽ, ഇതൊക്കെ പുണ്യകർമ്മങ്ങളാണ്. ഈ ഏത് പുണ്യകർമ്മവും ഈ 10 ദിവസത്തിൽ നമ്മൾ എത്ര ചെയ്യുന്നുവോ അതൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം. പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മുടെ തഖ്വയും വർദ്ധിപ്പിക്കണം. അതിനാണ് ഉളഹിയ്യത്തിന്റെ നിയമം വന്നിട്ടുള്ളത്. ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുകയും നീ ബലി നടത്തുകയും ചെയ്യുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ബലികർമ്മത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്താ? ആളുകൾക്ക് മാംസം കിട്ടുന്നു എന്നത് മാത്രമല്ല, മാംസം അല്ലാത്ത കാലത്തും കിട്ടും. മാംസം കിട്ടുന്നു എന്നതൊരു ഉപകാരവുമാണ്. അതായത് ഏറ്റവും വിശിഷ്ടമായ, ഏറ്റവും പോഷകാഹാരമുള്ള, യാതൊരു ന്യൂനതയുമില്ലാത്ത മാംസമാണല്ലോ നമ്മൾ ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തുന്ന ഉളഹിയ്യത്ത്. അതിന്റെ ഷർത്തുകൾ നമുക്കറിയാം. അതിന് ഓരോന്നിനും പ്രായമുണ്ട്, അല്ലേ? ഒട്ടകത്തിന്റെ 5 വയസ്സാവണം. മാടിന്, അതായത് കാള, പോത്ത്, പശു തുടങ്ങിയവയ്ക്ക് 2 വയസ്സാവണം. നമ്മുടെ നാട്ടിലൊക്കെയുള്ള കോലാടിന് 1 വയസ്സാവണം. അപ്പൊ ഈ വയസ്സ് പൂർത്തിയാവുന്നത് അതിന്റെ നിയമമാണ്. ഒരു ന്യൂനതയും ഇല്ലാത്തതാവണം. കണ്ണുപൊട്ടിയതാവരുത്, പല്ലു പോയതാവരുത്, ചെവി മുറിഞ്ഞതാവരുത്, രോഗം പിടിച്ചതാവരുത്, മെലിഞ്ഞൊട്ടിയതാവരുത് എന്നാണ്. ഏറ്റവും നല്ല ബലിമൃഗത്തെയാണ് ബലി അറുക്കേണ്ടത് എന്ന്. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ബലിയുടെ ആന്തരാത്മാവ് അള്ളാഹു പറഞ്ഞത് ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അള്ളാഹുവിലേക്ക് എത്തുക ഈ ബലിമൃഗത്തിന്റെ മാംസവും രക്തവും അല്ല,
മറിച്ച് നിങ്ങളിലുള്ള തഖ്വയാണ് എന്നാ. അപ്പൊ ഒരു ബലി നടത്തുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമുള്ള, അതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽ പറഞ്ഞിട്ടുള്ള, സുന്നത്തിൽ പറഞ്ഞിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കി പഠിപ്പിച്ചിട്ടുള്ള ഒരു പുണ്യകർമ്മം ചെയ്യുന്നു എന്ന ആ ഒരു വിചാരം, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അതാണ് തഖ്വ. ആ ഒരു ബോധമാണ്. എന്നല്ലാതെ ഞാൻ ഇത്ര മൃഗങ്ങളെ അറുക്കുന്നു, അല്ലെ ഞാനിങ്ങനെ അറുത്തിട്ടുണ്ട് എന്ന പൊങ്ങച്ചത്തിന് വേണ്ടിയല്ല. അതിന്റെ ഉദ്ദേശം ഈ തഖ്വ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. നമ്മൾ ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തേത്, ബലിയെക്കുറിച്ച് പറഞ്ഞല്ലോ, ബലി നടത്തണം എന്നത്. കഴിവുള്ള ആളുകളൊക്കെ ബലി നടത്തണം. ഒരു ബലി നടത്താൻ കഴിയുന്ന സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ, അത് ഒരാൾ, അയാൾക്കും അയാളുടെ കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകൾക്കും വേണ്ടി ഒരു ബലി നടത്തിയാൽ മതി. ഒന്നിലധികം നടത്താൻ കഴിയുന്നവർക്ക് അത് ചെയ്യാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഈ സുന്നത്ത് പൂർത്തിയാവാൻ ഒട്ടകവും മാടും ആണെങ്കിൽ 7 പേർക്ക് വരെ ഒരു മൃഗത്തിൽ ഷെയർ ചേരാവുന്നതുമാണ്. അങ്ങനെ ഷെയർ ചേർന്നാൽ ആ ഒരു ഷെയർ മതി അയാൾക്കും അയാളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കും ഉള്ള ബലി പൂർത്തിയാവാൻ. ബലി നടത്തുമ്പോൾ നമ്മൾ അതിൻ്റെ മാംസം നൽകേണ്ടത്, ആ ബലി നടത്തേണ്ടതും ഒരാൾ എവിടെയാണോ ബലിപ്പെരുന്നാളിനുള്ളത് അവിടെയാണ്. എന്നാൽ അയാൾ ജീവിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് ഒരു ബലി നടത്തുകയും വീണ്ടും അയാൾക്ക് ഒന്നിലധികം ബലി നടത്താൻ ആഗ്രഹിക്കുകയുമാണെങ്കിൽ ആവശ്യമുള്ള മറ്റ് സ്ഥലത്തേക്ക് അത് നൽകാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഒരാൾ ജീവിക്കുന്ന പ്രദേശത്ത് ബലി നടത്താനുള്ള സംവിധാനമില്ല, സൗകര്യമില്ല എങ്കിൽ സൗകര്യമുള്ള മറ്റ് സ്ഥലത്തേക്ക് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഒരു പ്രദേശത്ത് ആവശ്യത്തിന് ബലിമൃഗങ്ങളുണ്ട്, ഇഷ്ടം പോലെ മാംസം കിട്ടും. എന്നാൽ മറ്റൊരു പ്രദേശത്ത് തീരെ ഉദഹീയത്തിന് മാംസം കിട്ടാനില്ല എങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാവുന്നതുമാണ്. ഇതൊക്കെ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട ഇതിൻ്റെ നിയമങ്ങളാണ്. ബലി നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, ഒരാൾ അത് നിയ്യത്താക്കിയാൽ ദുൽഹജ്ജ് 1 മുതൽക്ക് അയാളുടെ ബലികർമ്മം നടത്തുന്നത് വരെയും ആ ആൾ അയാളുടെ മുടിയോ നഖമോ നീക്കം ചെയ്യാതിരിക്കുക എന്നതും സുന്നത്തായ ഒരു കാര്യമാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരാണ് അത് നിയ്യത്താക്കിയത് അയാൾക്ക് മാത്രമാണ് ആ നിയമം. അപ്പൊ ഞാൻ ബലി നടത്താൻ നിയ്യത്താക്കിയത് എനിക്കും എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും ഒക്കെ ആണെങ്കിൽ, ഞാനാണ് അതിൻ്റെ പണവും കൊടുക്കുന്നതെങ്കിൽ എനിക്ക് മാത്രമാണ് ഈ മുടിയും നഖവും നീക്കം ചെയ്യാൻ പാടില്ലാത്തത്. എന്നല്ലാതെ അതിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള കുടുംബാംഗങ്ങളും അങ്ങനെ ചെയ്യണമെന്ന് നിയമം ഇല്ല. ഇതും പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ പെരുന്നാൾ സംബന്ധമായും ബലി സംബന്ധമായും നമുക്ക് അറിയേണ്ട കുറെ കാര്യങ്ങൾ അടുത്ത ഖുത്ബയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അതുപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിലെ ത്യാഗ പരിശ്രമങ്ങളും തൗഹീദിന് വേണ്ടിയിട്ടുള്ള അധ്വാനവും ആദർശത്തിന് വേണ്ടിയിട്ടുള്ള കഠിനമായ പ്രവർത്തനങ്ങളും അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഹജ്ജിന്റെ പശ്ചാത്തലത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. രോഗങ്ങളും പ്രയാസങ്ങളും മൂലം കഷ്ടപ്പെടുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെയും
രോഗങ്ങളെയും ദുരിതങ്ങളെയും നീക്കം ചെയ്ത് തരണമേ. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയും സമാധാനത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും കഷ്ടപ്പാടുകളും തരണം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.